പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് 43 വർഷത്തെ സേവന പാരമ്പര്യവുമായി വടക്കാഞ്ചേരിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ജൈത്രയാത്ര തുടരുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ ബ്രാൻഡഡ് അരികൾ, പരിപ്പ്, വൻപയർ, ശർക്കര, പഞ്ചസാര തുടങ്ങി പലചരക്ക് സാധനങ്ങളും ബ്രാൻഡഡ് കറി പൗഡറുകളും പാലട മിക്സ്, പരിപ്പ്, പായസ മിക്സ് തുടങ്ങിയവയും ലഭിക്കുന്നു. കൂടാതെ എല്ലാവിധത്തിലുള്ള ബിരിയാണി അരികൾക്ക് ആവശ്യമായ ബ്രാൻഡഡ് ബിരിയാണി റൈസ്, സ്പൈസസ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് തുടങ്ങിയവയും പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. വാട്സ്ആപ്പ് കോൾ മതി, സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. കോൺടാക്ട് 9238551902 9496348212. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മല്ലിക സാരാഭായിക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിനാണെന്ന ചോദ്യവുമായി കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ് രംഗത്തെത്തി. കലാമണ്ഡലത്തിന്റെ സ്ഥിതിഗതികൾ അറിയുന്ന ഒരാളെയായിരുന്നു നിയമിക്കേണ്ടത്. പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാനെയായിരുന്നു ചാൻസലർ സ്ഥാനത്തേക്ക് എല്ലാവരും പ്രതീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ സർക്കാർ വലിയൊരവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. കലാമണ്ഡലം ഗോപിയെ പോലെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരാളെ കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കാനുള്ള വലിയൊരവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. മൃണാളിനി സാരാഭായി, വിക്രം സാരാഭായി എന്നിവരുടെ മകളും ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റ് എന്നതിലുപരിയായി എന്ത് പ്രത്യേക യോഗ്യതയാണ് മല്ലിക സാരാഭായിക്ക് ഉള്ളത്? കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത കാരണത്താൽ കഴിഞ്ഞ വർഷം എടുത്തിരുന്ന ജീവനക്കാരിൽ 40% ആളുകളെ ഒഴിവാക്കിയിരുന്നു. നോൺ പ്ലാൻ ഫണ്ട് കൂട്ടിത്തരാൻ സാധ്യമല്ലെന്ന് സർക്കാർ പറയുന്നു. അങ്ങനെ നോൺ പ്ലാൻ ഫണ്ട് കൂട്ടിത്തരാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് മല്ലിക സാരാഭായിക്ക് ശമ്പള ഇനത്തിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നത്? പാവപ്പെട്ട ജീവനക്കാർ, കലാകാരന്മാർ കഞ്ഞി കുടിച്ചു കഴിയേണ്ട പണമാണ് ഇത്തരത്തിൽ ഒരു സെലിബ്രിറ്റിക്ക് വേണ്ടി സർക്കാർ ചിലവാക്കേണ്ടി വരുന്നതെന്ന് ഡോക്ടർ NR ഗ്രാമപ്രകാശ് പറഞ്ഞു. കലാമണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികൾ മുഴുവൻ അറിയുന്ന ഒരാളെയായിരുന്നു യഥാർത്ഥത്തിൽ നിയമിക്കേണ്ടത്. ഞങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനായിരിക്കും ചാൻസലർ എന്നാണ്. യഥാർത്ഥത്തിൽ സർക്കാർ വലിയ ഒരു അവസരം നഷ്ടപ്പെടുത്തുക ചെയ്തത്. കലാമണ്ഡലം ഗോപിയെ പോലെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരാളെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാക്കുക എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ അന്ന് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. എന്താണ് ഈ മല്ലിക സാരാഭായിയുടെ ഒരു പ്രത്യേക യോഗ്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൃണാളിനി സാരാഭായി, വിക്രം സാരാഭായി പോലെയുള്ള ആളുകളുടെ മകൾ എന്ന രീതിയിൽ ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റ്, അതിനപ്പുറത്തൊക്കെ അവരുടെ ഒരു ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളായാലും മറ്റ് ആഘോഷിക്കുന്ന ഒരു വലിയ ഒരു ഹൈറ്റ് മല്ലിക സാരാഭായിയുടെ മുഴുവൻ ചരിത്രവും അറിയാവുന്ന ഒരാൾ ആയതുകൊണ്ട് ഞാൻ പറയാതെ എനിക്ക് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.